നമസ്കാരം. പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് presented by BIS Hallmark 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ആത്മകഥാ വിവാദം ഗൂഢാലോചനയെന്ന് ആവർത്തിച്ച് EP ജയരാജൻ. സരിൻ വയ്യാവേലിയല്ല, EPയെ പാർട്ടി വിരട്ടി പാലക്കാട്ടെത്തിച്ചു എന്ന VD സതീശൻ. കൊടകര കുഴൽപ്പണ കേസ് EDയോട് അന്വേഷണ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. 3 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകാനും നിർദ്ദേശം. ADM നവീൻ ബാബുവിന്റെ മരണം കുടുംബത്തിന്റെ മൊഴിയെടുത്ത പ്രത്യേക അന്വേഷണ സംഘം. KK രത്നകുമാരി പുതിയ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ. ഉപതെരഞ്ഞെടുപ്പ് ചേലക്കരയിൽ വിജയപ്രതീക്ഷയുമായി LDFും UDFും. വയനാട്ടിൽ പോളിംഗ് കുറഞ്ഞത് അന്വേഷിക്കാൻ AICC. ശബരിമല മണ്ഡലകാലത്തിന് നാളെ നട തുറക്കും. ഒരുക്കങ്ങൾ പൂർണ്ണമെന്ന് ദേവസ്വം ബോർഡ്. ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സുകൾ ഓടിക്കരുതെന്ന് ഹൈക്കോടതി. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് presented by BIS Hallmark 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. പാലക്കാട്ടെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ P. സരീൻ പൊതുസമൂഹത്തോട് പ്രതിജ്ഞാബദ്ധനായ ചെറുപ്പക്കാരനാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. തന്റെ ആത്മകഥ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. താൻ ആർക്കും പ്രസാധന ചുമതല കൊടുത്തിട്ടില്ലെന്നും ജയരാജൻ പാലക്കാട്ട് പറഞ്ഞു. അതേസമയം വിവാദ ആത്മകഥയുടെ പശ്ചാത്തലത്തിൽ പാർട്ടി നിർദ്ദേശപ്രകാരമാണ് ജയരാജൻ പാലക്കാട്ട് എത്തിയത് എന്നാണ് വിവരം. ആത്മകഥയിൽ സരീനെക്കുറിച്ച് എതിരഭിപ്രായമുണ്ടെന്ന് പുറത്തുവന്നതിന് പിന്നാലെയാണ് സരീനെ പുകഴ്ത്തി EP രംഗത്തെത്തിയത്. സരീൻ ഉത്തമനായ സ്ഥാനാർത്ഥിയാണ്. ജനസേവനത്തിനായി ജോലി പോലും രാജിവെച്ചുവെന്നും EP ജയരാജൻ പറഞ്ഞു. ഈ മണ്ഡലത്തിൽ ഏറ്റവും യോഗ്യനായ, ഏറ്റവും അർഹതയുള്ള നല്ല ചെറുപ്പക്കാരനെ CPM സ്ഥാനാർത്ഥിയാക്കി. പാലക്കാടിന്റെ സമസ്ത മേഖലയിലും വികസന മുരടിപ്പാണുള്ളതെന്നും EP പറഞ്ഞു. സ്വതന്ത്ര വയ്യാവേലി അല്ല, ജനങ്ങളുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് മത്സരിക്കുന്നത്. സരിനുമായി മുൻപ് സംസാരിച്ചിരുന്നു. സ്ഥാനാർത്ഥിയായപ്പോൾ സംസാരിച്ചു, ഇന്നും സംസാരിച്ചെന്നും EP ജയരാജൻ പറഞ്ഞു. കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ്, ഒരു ഇടതുപക്ഷ മനസ്സായിരുന്നു. അങ്ങനെയാണ് പലരും ഇടതുപക്ഷത്തോടൊപ്പം വന്നിട്ടുള്ളത്. ആ ഇടതുപക്ഷ മനസ്സുമായി നടക്കുന്ന അദ്ദേഹം ആ ഇടതുപക്ഷ മനസ്സിന് ഒരു സ്ഥാനം കണ്ടെത്തിയത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ്, CPMലാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഒരു വൻതുക ശമ്പളം പറ്റി പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ ജോലി ഉപേക്ഷിച്ച് സാമൂഹ്യ സേവനത്തിന് ഇറങ്ങിയല്ലേ? ആ മാഹാത്മ്യത്തെ എന്തുകൊണ്ട് കാണുന്നില്ല? ആത്മകഥ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആർക്കും പ്രസാധന ചുമതല കൊടുത്തിട്ടില്ല. ഭാഷാശുദ്ധിയൊക്കെ വരുത്തി പ്രസിദ്ധീകരിക്കാൻ ഒരാളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അധികം താമസിക്കാതെ പ്രസിദ്ധീകരിക്കും. ഭാഷാശുദ്ധി വരുത്താൻ ഏൽപ്പിച്ച ആളെ സംശയിക്കുന്നില്ല. ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നും ജയരാജൻ പറഞ്ഞു. എൻ്റെ ആത്മകഥ ഞാൻ ഇപ്പോഴെഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായണില്ല. ഇന്നലെ രാവിലെയാണ് കണ്ടത്. ഇന്നലെ 10:30 ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനം. നിങ്ങൾക്കതിൽ എന്തെങ്കിലും സംശയം തോന്നിയോ? പ്രസാദനം? എൻ്റെ പുസ്തകം, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം, ഞാനല്ലേ അത് പ്രസിദ്ധീകരിക്കേണ്ടത്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണത്. DC മറുപടി പറയണം. അതിനാണ് വക്കീൽ നോട്ടീസ് കൊടുത്തത്. ഭാഷാശുദ്ധി വരുത്താൻ നൽകിയ ആൾ വിശ്വസ്തനാണ്, മാധ്യമപ്രവർത്തകനാണെന്നും കോൺഗ്രസിന്റെ വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഇതിൽ കാണുന്നതെന്നും EP അഭിപ്രായപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വെളിപ്പെടുത്തിയെന്ന രീതിയിൽ പലരും പലതും പുറത്തുവിട്ടിരുന്നു. അതും ഗൂഢാലോചനയാണെന്നും ആത്മകഥാ വിവാദത്തിൽ EP പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. ആത്മകഥയിലൂടെ തുറന്നു പറച്ചിലുകൾ നടത്തിയ EP ജയരാജനെ പാർട്ടി ഭീഷണിപ്പെടുത്തിയാണ് പാലക്കാട്ട് എത്തിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എഴുതിയതിനെതിരായി സംസാരിപ്പിക്കാനാണ് EPയെ കൊണ്ടുവരുന്നത്. വീണ്ടും EPയെ CPM നേതൃത്വം അപമാനിക്കുകയാണെന്നും സതീശൻ ആരോപിച്ചു. ഇതുപോലെ LDF സ്ഥാനാർത്ഥിയെ കുറിച്ച് സ്വന്തം വ്യക്തിപരമായ അഭിപ്രായം തുറന്നു പറഞ്ഞു. അദ്ദേഹം പാർട്ടിയിൽ നിൽക്കുകയാണ്. പാർട്ടി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പാലക്കാട് കൊണ്ടുവന്നിട്ട് അദ്ദേഹം എഴുതിയതിനെതിരായിട്ട് അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. വീണ്ടും EP ജയരാജനെ CPM നേതൃത്വം അപമാനിക്കുകയാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. അദ്ദേഹത്തെ വിരട്ടിക്കൊണ്ടുവന്നാണ് ഇവിടെ. കൊടകര കുഴൽപ്പണ കേസിലെ അന്വേഷണത്തിൽ EDയോട് ഹൈക്കോടതി വിശദീകരണം തേടി. ED അന്വേഷണം പൂർത്തിയാവാത്തതിനെതിരെ കൊടകര കേസിലെ സാക്ഷിയായ സന്തോഷ് നൽകിയ ഹർജിയിലാണ് നടപടി. 3 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകാനാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഉത്തരവിട്ടത്.
കൊടകര കുഴൽപ്പണക്കേസിലെ എതിർകക്ഷികളായ ഇൻകം ടാക്സ് വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതേസമയം കൊടകര കുഴൽപ്പണക്കേസ് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പുതിയ സംഘത്തെ നിയോഗിച്ചു. തൃശൂർ ഡിഐജി തോംസൺ ജോസിന്റെ മേൽനോട്ടത്തിൽ കൊച്ചി ഡിസിപി സുദർശന്റെ നേതൃത്വത്തിലെ 8-അംഗ സംഘമാണ് അന്വേഷിക്കുക. ബിജെപി തൃശൂർ ജില്ലാ കമ്മിറ്റി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് തുടരന്വേഷണത്തിനുള്ള തീരുമാനം. നേരത്തെ പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിരുന്നു. എന്നാൽ സതീഷിന്റെ ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് പുനരന്വേഷണത്തിന് വഴിതെളിഞ്ഞത്. മുമ്പ് കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി വി.കെ. രാജുവും കൊടകര എസ്.എച്ച്ഒ വലപ്പാട് എസ്.ഐ എന്നിവരെയും പുതിയ സംഘത്തിൽ ഉൾപ്പെടുത്തി. പുനരന്വേഷണം സംബന്ധിച്ച് ഇരിങ്ങാലക്കുട കോടതിയിൽ നൽകിയ ഹർജി പരിഗണനയിൽ ഇരിക്കെയാണ് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുള്ള ഡിജിപിയുടെ ഉത്തരവ്. കോടതിയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ അന്വേഷണ നടപടികളിലേക്ക് കടക്കും. ന്യൂസ് ഡെസ്ക് ജീവൻ. വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് പരിശോധിക്കാൻ AICC. പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരത്തിൽ മികച്ച പോളിംഗ് ദേശീയ നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നു. പോളിംഗ് ശതമാനം കുറഞ്ഞത് ഭൂരിപക്ഷത്തെ ബാധിക്കില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഞങ്ങൾ ഇന്നും നാളെയും കൂടെ ഒരു വിശദമായ മീറ്റിംഗുകൾ നടത്താൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ബൂത്ത് ഏജന്റുമാരെയും കൂടി വെച്ചിട്ട് ഞങ്ങളും പരിശോധിക്കും എന്താണ് പോളിംഗ് ഇങ്ങനെ ഒരു പോളിംഗ് ഇത്ര കുറയാനുള്ള സാഹചര്യം എന്താണെന്ന് പരിശോധിക്കും. പാർലമെന്റ് ഇലക്ഷന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു വാശിയുടെ കുറവ് അവിടെ കണ്ടിരുന്നു. മികച്ച പോളിംഗ് പ്രതീക്ഷിച്ചിരുന്നതായി AICC വ്യക്തമാക്കുന്നു. പരമാവധി വോട്ടുകൾ പോൾ ചെയ്തു എന്നാണ് വിലയിരുത്തൽ. പോളിംഗ് ശതമാനം കുറഞ്ഞത് ഭൂരിപക്ഷത്തെ ബാധിക്കില്ലെന്നും ഭൂരിപക്ഷത്തിൽ അവകാശവാദങ്ങളില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പാർട്ടി സംവിധാനം മുഴുവൻ വയനാട്ടിലുണ്ടായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വയനാടിനായി ദേശീയ നേതാക്കളും പ്രചരണം നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധി ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ സമയം വയനാട്ടിൽ പ്രചരണം നടത്തിയിരുന്നു പ്രിയങ്ക ഗാന്ധി. ചെന്നിറങ്ങിയ ദിവസം മുതൽ പ്രിയങ്കയെ കാണാൻ വലിയ ആൾക്കൂട്ടമാണ് വയനാട്ടിലുണ്ടായിരുന്നത്. ഈ ഘടകങ്ങൾക്കനുസരിച്ചുള്ള ആവേശം വോട്ടെടുപ്പിലും AICC പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം ഉയരുമെന്ന വിലയിരുത്തലിലായിരുന്നു ദേശീയ നേതൃത്വം. അവലോകന യോഗങ്ങളിൽ സംസ്ഥാന നേതാക്കളും അമിത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പ്രിയങ്കയുടെ ഭൂരിപക്ഷം രാഹുലിന്റെ ഭൂരിപക്ഷത്തെ മറികടന്നേക്കും എന്ന വിലയിരുത്തലുകളും പാർട്ടിക്ക് മുൻപിലുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ 10% പോളിംഗ് കുറഞ്ഞത് അപ്രതീക്ഷിതമായി. ഘടകത്തിന്റെ റിപ്പോർട്ട് മുഖവിലക്കെടുത്തിരിക്കുകയാണ് AICC. കഴിഞ്ഞ തവണത്തേതുപോലുള്ള ആവേശം ഇക്കുറി മത്സരരംഗത്ത് പ്രകടമല്ലായിരുന്നു എന്നാണ് വിലയിരുത്തൽ. ദേശീയ നേതാവായ ആനി രാജ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ പരമാവധി വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചു. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മത്സരിച്ചത് BJPയും വാശിയോടെ കണ്ടു. ഉപതെരഞ്ഞെടുപ്പിന്റെയും ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെയും പോളിംഗ് ശതമാന കണക്കുകൾ കേരളത്തിലെ LDFനോടും UDFനോടും സാധാരണ ജനങ്ങൾക്കുള്ള അപ്രീതി, അവിശ്വാസം ശക്തമായി രേഖപ്പെടുത്തുന്നതാണ് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. ഇത്തവണ എതിർ സ്ഥാനാർത്ഥികൾ ദുർബലരായതിനാൽ ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും വോട്ടുകളിൽ കുറവ് വന്നിട്ടുണ്ടാകാമെന്നാണ് AICC വാദിക്കുന്നത്. അതിനുമപ്പുറം പ്രാദേശിക തലത്തിൽ എന്തെങ്കിലും തിരിച്ചടി ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം ഫലം വന്ന ശേഷം വിലയിരുത്തുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. കണക്കുകൂട്ടലുകൾക്കൊടുവിൽ ചേലക്കരയിൽ ജയം അവകാശപ്പെട്ട LDFും UDFും 12,000 വോട്ടിന്റെ വൻ ഭൂരിപക്ഷമാണ് LDF മണ്ഡലം കമ്മിറ്റിയുടെ കണക്ക്. 3000-ലേറെ വോട്ടിന്റെ ജയമാണ് UDF പ്രതീക്ഷ. വോട്ട് വർദ്ധിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് BJP. കോട്ടകാക്കാനും കീഴടക്കാനുമുള്ള ചേലക്കര പോരിൽ ജനം കാത്തുവെച്ചതെറിയാനുള്ള കാത്തിരിപ്പാണ് ഇനി. അതിനു മുമ്പേയുള്ള മുന്നണികളുടെ അവകാശവാദങ്ങൾക്ക് ഒട്ടും കുറവില്ല. 9 പഞ്ചായത്തുകളിലും ലീഡ് നേടി 18,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് LDF മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. UR പ്രദീപിന് വ്യക്തിപരമായി വൻതോതിൽ വോട്ടുകൾ സമാഹരിക്കാനായിട്ടുണ്ട്. ലോക്സഭയ്ക്ക് സമാനമായ ഇടതുവിരുദ്ധ തരംഗമില്ല. ന്യൂനപക്ഷ വോട്ടുകൾ UDF അനുകൂലമായി ഏകീകരിക്കപ്പെട്ടിട്ടില്ല. BJPയിലേക്ക് ഇടത് വോട്ടുകൾ കാര്യമായി ചോർന്നതായി കാണുന്നില്ല എന്നെല്ലാമാണ് ഇടതിന്റെ വിലയിരുത്തൽ. വരവൂരിലും വെള്ളത്തോൾ നഗറിലും ഒഴികെ ലീഡ് ലഭിക്കുമെന്നാണ് UDFന്റെ കണക്ക്. രാധാകൃഷ്ണൻ ലഭിച്ചിരുന്ന മുസ്ലിം അനുകൂല വോട്ടുകൾ തിരിച്ചെത്തി. ഇടതിന്റെ പട്ടികജാതി വോട്ടുകൾ BJPക്ക് പോയിട്ടുണ്ട്. എല്ലാത്തിനുമുപരിയായി ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടെന്നുമാണ് UDF വിലയിരുത്തൽ. 40,000 വോട്ടുകൾ നേടുമെന്നാണ് BJPയുടെ അവകാശവാദം. എന്നാൽ 30,000 കടക്കില്ലെന്ന് LDFും UDFും ഒരുപോലെ പറയുന്നു. DMK സ്വതന്ത്രൻ NK സുധീർ 3,000 വോട്ടിൽ ഒതുങ്ങുമെന്നും അവർ കരുതുന്നു. ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ആരവം ഒഴിഞ്ഞതോടെ വരും ദിവസങ്ങളിൽ പാലക്കാട്ടെ പ്രചരണത്തിൽ സജീവമാകാനാണ് ചേലക്കരയിലെ സ്ഥാനാർത്ഥികളുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് ജീവൻ.
ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തു. നവീനെ കൈക്കൂലിക്കാരനായി ചിത്രീകരിക്കുന്നത് ഗൂഢാലോചനയാണെന്നും ഇക്കാര്യം അന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. പത്തനംതിട്ട മലയാലപ്പുഴയിലെ വീട്ടിലെത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം നവീന്റെ ഭാര്യയുടെയും അനുജന്റെയും മൊഴിയെടുത്തത്. മൊഴിയെടുക്കൽ 1.5 മണിക്കൂറിലധികം നീണ്ടു. അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക അന്വേഷണ സംഘത്തോട് കുടുംബം തുറന്നു പറഞ്ഞു. നവീനെ കൈക്കൂലിക്കാരനായി ചിത്രീകരിക്കുന്നത് ഗൂഢാലോചനയാണെന്നും ഇക്കാര്യം അന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കാത്തതിലടക്കം നവീന്റെ കുടുംബം പരാതി അറിയിച്ചിരുന്നു. പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടും അന്വേഷണം കാര്യക്ഷമമല്ലെന്ന ആക്ഷേപം നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ അറിയിച്ചു. വിവാദ പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തിന്റെ മൊഴി കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. പി ദിവ്യ ഉന്നയിച്ച കൈക്കൂലി ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന ഉൾപ്പെടെ സമഗ്രമായ അന്വേഷിക്കണമെന്നാണ് സഹോദരനടക്കമുള്ളവരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് ജീവൻ. മുനമ്പം വിഷയത്തിൽ പ്രതികരണവുമായി മുൻ വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ. VS സർക്കാർ നിയമിച്ച നിസാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ് വഖഫ് ബോർഡിന് ഭൂമി ഏറ്റെടുക്കാൻ നിർദ്ദേശം വന്നതെന്ന് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. CPM നേതാവ് TK ഹംസ ചെയർമാനായപ്പോഴാണ് മുനമ്പത്തെ കുടുംബങ്ങൾക്ക് നോട്ടീസ് അയച്ചത്. VS സർക്കാരിന്റെ അതേ നിലപാടായിരുന്നു മുനമ്പം വിഷയത്തിൽ പിണറായി സർക്കാരിനും. പാവപ്പെട്ട കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നതെന്ന് മാനുഷിക പരിഗണന വച്ച് അവരെ ഇറക്കിവിടുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിസാർ കമ്മീഷൻ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് ഹൈക്കോടതിയുടെ കോടതി അലക്ഷ്യ ഉത്തരവും വന്നു. കോടതി അലക്ഷ്യമാവും എന്നതുകൊണ്ടാണ് പരിഗണിക്കേണ്ടി വന്നത്. മുനമ്പത്തെ കുടുംബങ്ങൾക്ക് താൻ ചെയർമാനായിരുന്ന കാലത്ത് ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ലെന്നും മുൻ വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഈ മുനമ്പം കേസിൽ വന്നിട്ടുള്ളത് നിസാർ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ്. ആ കമ്മീഷനാണ് ഇത് വഖഫ് ആണോ അല്ല എന്നുള്ളത് തീരുമാനിച്ച് വന്നിട്ടുള്ളത്. ആ കമ്മീഷനെ നിയമിച്ചത് അച്യുതാനന്ദ സർക്കാരാണ്. 2008 ആ കമ്മീഷൻ നിയമിക്കുകയും അങ്ങനെ 2009 കമ്മീഷൻ വെക്കുകയും 2010 ഗവൺമെൻറ് എന്ത് ചെയ്ത് ഓർഡർ ഇട്ടു. എന്തിന് ഈ വഖഫ് ബോർഡ് സ്വത്താണെങ്കിൽ അത് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഓർഡർ ഇട്ടെങ്കിൽ കൂട്ടിയിട്ട് അന്നൊന്നും തീരുമാനം എടുക്കാതെ വന്നിരുന്നു. അതിൻ്റെ ശേഷം അത് ഹൈക്കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ടിട്ട് കേസ് നടന്നിരുന്നു. ഞാനുള്ള സമയത്ത് ഹൈക്കോടതിൻ്റെ ഡയറക്ഷൻ വന്നു. ഹൈക്കോടതിൻ്റെ ഡയറക്ഷൻ പ്രകാരം ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യും, ഈ കേസ് തിരിച്ചു പിടിക്കാനുള്ള ഓർഡറാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നത്. പക്ഷേ വഖഫ് ബോർഡ് ചെയർമാനായിരിക്കുമ്പോൾ തിരിച്ചു പിടിക്കാത്തതിന് പേരിൽ എനിക്ക് കോടതി കണ്ടംപ്റ്റ് വന്നു. കണ്ടംപ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ബോർഡ് കൂടി അത് പരിഗണിച്ചു. അതുപോലും പരിഗണിച്ചതിന് ശേഷം നോട്ടീസ് പോലും ഇഷ്യൂ ചെയ്യാതെയാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിനാണ് ഇപ്പോഴും വിഷയം പരിഹരിക്കാൻ കഴിയുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2014 മുതൽ 2019 വരെയാണ് റഷീദ് അലി ശിഹാബ് തങ്ങൾ വഖഫ് ബോർഡ് ചെയർമാൻ ആയിരുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. മകന്റെ മോചനം മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്ന് റഹീമിന്റെ ഉമ്മ ഫാത്തിമ. ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട പല തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്നു. എന്നാൽ തെറ്റിദ്ധാരണകളൊക്കെ ഇപ്പോൾ മാറിയെന്ന് റിയാദിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കുടുംബം പറഞ്ഞു. റിയാദിലെ മാധ്യമപ്രവർത്തകരെ കണ്ട ഉമ്മയും സഹോദരനും അമ്മാവനും തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിയാദ് നിയമസഹായ സമിതിയെ സംശയിച്ചതെന്നും അതിൽ ഖേദമുണ്ടെന്നും അറിയിച്ചു. റിയാദിലെത്തി എംബസി ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമായും ആശയവിനിമയം നടത്തിയപ്പോൾ വസ്തുതകൾ ബോധ്യപ്പെട്ടതായും നിങ്ങൾ നൽകിയ സഹായ സഹകരണങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്നും ഒരുപാട് നന്ദിയുണ്ടെന്നും കുടുംബം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. നല്ല സന്തോഷത്തിൽ കുട്ടിനായിട്ട് പോകാൻ ഇതികൾ ബാക്കി തന്നാൽ ഒന്നും പറയാൻ തെറ്റ് വന്നു പോയില്ലാന്ന് പറയില്ല. ഇതൊക്കെ തെറ്റെന്നാ പറഞ്ഞതും ആക്കിയതൊക്കെ നിങ്ങൾ ശ്രമിച്ചാളികളെല്ലാവരും, ഒരാളായിട്ടല്ല എല്ലാവരും നിങ്ങളോട് പറയാതെ വേറെ ഒന്നും പറയാൻ. മരിച്ച സൗദി ബാലന്റെ കുടുംബത്തെ കാണാൻ നേരത്തെ അബഹയിലെ സാമൂഹ്യ പ്രവർത്തകർ വഴി ശ്രമിച്ചെങ്കിലും അതിന് അനുമതി കിട്ടിയിരുന്നില്ല. ഏകദേശം 2 വർഷം മുമ്പാണ് കുടുംബത്തെ കാണാൻ ശ്രമിച്ചതെന്നും നസീർ പറഞ്ഞു. റഹീമിനെ കാണുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് റിയാദിൽ എത്തിയത്. ആദ്യം കാണാൻ റഹീം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് റിയാദ് അൽഖർജ് റോഡിലെ അൽ ഇസ്കൻ ജയിലിൽ അബ്ദുൾ റഹീമും മാതാവ് ഫാത്തിമയും കണ്ടുമുട്ടി. വൈകാരികമായ നിമിഷങ്ങൾക്ക് ജയിൽ അധികൃതരും സഹോദരനും അമ്മാവനും സാക്ഷി. മകൻ എത്രയും വേഗം തിരിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്നും ഫാത്തിമ പറഞ്ഞു. ഉച്ചയോട് കൂടി ജയിലിൽ പോയി റഹീമിനെ കണ്ടു. ഉമ്മാക്ക് ഒരാളൊക്കെ ഉമ്മ പറയും, ഞാനുണ്ടായിരുന്നു, അമ്മാവനുണ്ടായിരുന്നു, ഉമ്മയും നമ്മൾ 3 പേരും റഹീമിനെ കണ്ടു, കെട്ടിപ്പിടിച്ചു. 18 വർഷത്തിന് ശേഷം ഉണ്ടായ ഒരു നല്ലൊരു സന്തോഷത്തിന്റെ കണ്ണീരിന്റെ ഒക്കെ ഒരു ദിവസമായിരുന്നു ഇന്നലെ. 18 വർഷം മുമ്പ് അവൻ നാട്ടിൽ നിന്ന് ജോലിക്ക് ഇവിടേക്ക് വന്നതിന്റെ അത് കഴിഞ്ഞ ശേഷം ഇപ്പോഴാണ് നമ്മൾ ലൈവായിട്ട് കാണുന്നത്. അതിന്റെ ഒരു സന്തോഷം നിറഞ്ഞ സങ്കടം നിറഞ്ഞൊരു ദിവസം.
ഈ മാസം 17-ന് റഹീമിന്റെ കേസ് വീണ്ടും കോടതിയിൽ പരിഗണിക്കും. ഇതിൽ മോചന ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷംനാഥ് കരുനാഗപ്പള്ളി, ജീവൻ ന്യൂസ്, റിയാദ്. വിശ്വസ്തരെ ഒപ്പം നിർത്തി ഡൊണാൾഡ് ട്രംപിന്റെ ക്യാബിനറ്റ് പ്രഖ്യാപനം. മാർക്കോ റൂബിയോ പുതിയ വിദേശകാര്യ സെക്രട്ടറിയാവും. ഫ്ലോറിഡയിൽ നിന്നുള്ള US സെനറ്ററാണ് റൂബിയോ. ഈ പദവിയിലെത്തുന്ന ആദ്യ ലാറ്റിനോ വംശജൻ കൂടിയാണ് മാർക്കോ റൂബിയോ. റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് കൂറുമാറിയ തുൾസി ഗാബാർഡാണ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ. റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് ഈയിടെ കൂറുമാറിയ മുൻ ഡെമോക്രാറ്റ് ജനപ്രതിനിധിയാണ് ഗാബാർഡ്. അറ്റോർണി ജനറൽ പദവിയിലേക്ക് എത്തുന്നത് മാറ്റ് ഗെയ്റ്റ്സ് ആണ്. ട്രംപിന്റെ വിശ്വസ്തനും ഫ്ലോറിഡയിൽ നിന്നുള്ള ജനപ്രതിനിധിയുമാണ് മാറ്റ് ഗെയ്റ്റ്സ്. നിരവധി കേസുകളിൽ അന്വേഷണം നേരിടുന്ന ഗെയ്റ്റ്സിന്റെ നിയമനത്തിന് അംഗീകാരം നൽകുന്നതിൽ റിപ്പബ്ലിക്കൻ സെനറ്റർമാർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ജോ ബൈഡൻ വൈറ്റ് ഹൌസിൽ സ്വീകരിച്ചു. അടുത്ത വർഷം ജാനുവരി 20-ന് സമാധാനപരമായ അധികാര കൈമാറ്റമുണ്ടാവുമെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. ഭരണ കൈമാറ്റത്തിന്റെ തുടക്കമായി ഓവൽ ഓഫീസിലെ ചടങ്ങ് മാറി. 2020-ലെ അധികാര കൈമാറ്റത്തിൽ ബൈഡന് വൈറ്റ് ഹൌസിൽ സ്വീകരണമൊരുക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറായിരുന്നില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ജീവൻ. ശബരിമല തീർത്ഥാടനത്തിന് ഇടുക്കി വഴി എത്തുന്ന ഭക്തരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കേരള തമിഴ്നാട് സർക്കാരുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടപ്പിലാക്കാൻ തീരുമാനം. തേക്കടിയിൽ നടന്ന തേനി, ഇടുക്കി ജില്ലകളിലെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. നാളെ വൈകിട്ട് മണ്ഡലകാലത്തിന് തുടക്കം കുറിച്ച് ശബരിമല നട തുറക്കും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും അയ്യപ്പഭക്തർ കടന്നുവരുന്ന തേനിയിലും ഇടുക്കിയിലും ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങൾ വിലയിരുത്താനാണ് 2 ജില്ലകളിലെയും കളക്ടർമാർ വകുപ്പ് മേധാവികളുടെ യോഗം വിളിച്ചത്. തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുല്ലുമേട് പ്രദേശത്ത് ആവശ്യമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. കമ്പം, തേക്കടി റൂട്ടിൽ പട്രോളിംഗ് ടീം ഉണ്ടാവും. മെഡിക്കൽ ടീമിനെയും പ്രധാന പോയിന്റുകളിൽ ആംബുലൻസുകൾ സജ്ജീകരിക്കുമെന്നും തേനി കളക്ടർ അറിയിച്ചു. ഹരിതചട്ടമനുസരിച്ചുള്ള തീർത്ഥാടനം പ്രോത്സാഹിപ്പിക്കും. കളക്ടറേറ്റിലേക്കും താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചു കഴിഞ്ഞു. എല്ലാ വകുപ്പുകളിലും കൺട്രോൾ തുറക്കാൻ ഇടുക്കി കളക്ടർ നിർദ്ദേശിച്ചു. തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ കമ്പത്ത് നിന്നും കമ്പംമേട്ട് വഴി വാഹനങ്ങൾ തിരിച്ചുവിടും. മോട്ടോർ വാഹന വകുപ്പിന്റെയും എക്സൈസിന്റെയും സ്ക്വാഡുകളുടെ പരിശോധന കർശനമാക്കും. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ 3 സ്ഥലങ്ങളിൽ അത്യാഹിത വിഭാഗം ക്രമീകരിക്കും. സീതക്കുളത്ത് പ്രത്യേക ഓക്സിജൻ സപ്ലൈ യൂണിറ്റ് സ്ഥാപിക്കും. കാനനപാതയിൽ ആവശ്യമായ സൗകര്യങ്ങൾ വനം വകുപ്പ് ഒരുക്കാനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, ജീവൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. 2024 നവംബർ 16 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്നും തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടാൻ നിർദ്ദേശമുണ്ട്. ഇടിമിന്നലുണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണമെന്നും ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുതെന്നും ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ജീവൻ. ഇൻഡോ ഗൾഫ് ആൻഡ് മിഡിൽ ഈസ്റ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് കേരളത്തിന്റെ മികച്ച വ്യവസായ സംരംഭകരെ ആദരിക്കുന്നു. ഇൻമെക്കിന്റെ പ്രഥമ ലീഡർഷിപ്പ് സല്യൂട്ട് പുരസ്കാരത്തിന് പ്രമുഖ സംരംഭകൻ ഡോക്ടർ പി മുഹമ്മദ് അലി ഗൾഫാറിനെ തെരഞ്ഞെടുത്തു. ഇൻമെക് ലീഡർഷിപ്പ് സല്യൂട്ട് പുരസ്കാരത്തിന് പുറമെ 10 പ്രമുഖ വ്യവസായികൾക്ക് ഇൻമെക് എക്സലൻസ് സല്യൂട്ട് പുരസ്കാരവും നൽകി ആദരിക്കും. കേരളത്തിലും മധ്യേഷ്യയിലും വ്യാപാരം, വാണിജ്യം, വ്യവസായം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2022 സ്ഥാപിതമായ സംഘടനയാണ് ഇൻമെക്. കേരളത്തിലെ വ്യവസായ വളർച്ചയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് അംഗീകാരമായാണ് ഡോക്ടർ പി മുഹമ്മദ് അലി ഗൾഫാറിനെ ഇൻമെക് ലീഡർഷിപ്പ് സല്യൂട്ട് പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. ഇതിന്റെ നെറ്റ്വർക്കാണ് ഏറ്റവും വലിയ ഒരു USP എന്ന് പറയുന്നത്. സാധാരണ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ഒരു റീജിയണലി ഫോക്കസ്ഡ് ആണ്. ഞങ്ങൾ ആ റീജിയൻ ഫോക്കസ് ആ ഒരു ബാരിയർ മറികടന്നുകൊണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തും, മിഡിൽ ഈസ്റ്റിൽ എല്ലാ രാജ്യങ്ങളിലും എന്ന ഇതിലേക്കാണ് ഞങ്ങൾ വരുന്നത്. ഈ ഒരു ഐഡിയ രൂപം കണ്ടപ്പോൾ തന്നെ ഒത്തിരി ആളുകൾ, ധാരാളം പ്രൊഫഷണൽസും ബിസിനസ് ഇൻഡസ്ട്രിയൽ ലീഡേഴ്സും ഞങ്ങളോട് സമീപിച്ചിരുന്നു. ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് ഈ രാജ്യങ്ങളിൽ എല്ലായിടത്തും ഉണ്ട്. അത് ഇന്ത്യക്കാർ മാത്രമല്ല,
വിദേശികളും ഈ ചേംബറിൽ മെമ്പേഴ്സും അതിന് ഭാരവാഹിത്വം വഹിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഒരു മികച്ച സംരംഭകത്വ സൗഹൃദമാക്കി വളർത്തുന്നതിനായി പരിശ്രമിച്ച 10 വ്യവസായികളെയാണ് ഇൻമെക് എക്സലൻസ് സല്യൂട്ട് പുരസ്കാരം നൽകി ആദരിക്കുന്നത്. ജോർജ് ജേക്കബ് മുത്തൂറ്റ്, ഗോകുലം ഗോപാലൻ, ഷീല കൊച്ചൌസ്, ഡോക്ടർ വിജു ജേക്കബ് സിന്തറ്റ് ഇൻഡസ്ട്രീസ്, VK മാത്യൂസ് IBS സോഫ്റ്റ്വെയർ, ഡോക്ടർ KV ടോളിൻ സ്റ്റയേഴ്സ്, K മുരളീധരൻ മുരള്യ, SFC ഗ്രൂപ്പ്, VK റസാഖ് VKC ഗ്രൂപ്പ്, PK മുഹമ്മദ് വെസ്റ്റേൺ പ്ലൈവുഡ്, ഡോക്ടർ AV അനൂപ് IVA മെഡിമിക്സ് ഗ്രൂപ്പ് എന്നിവർക്കാണ് ആദരം. 26-ന് കൊച്ചി ഹോട്ടൽ താജ് വിവാന്തിൽ നടക്കുന്ന പരിപാടിയിൽ വ്യവസായ മന്ത്രി P രാജീവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ധനമന്ത്രി KN ബാലഗോപാൽ മുഖ്യാതിഥിയാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സംസ്ഥാന വ്യവസായ വകുപ്പ് സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് IAS എന്നിവരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഇൻമെക് സെക്രട്ടറി ജനറൽ ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനൻ, കേരള ചാപ്റ്റേഴ്സ് പ്രസിഡന്റ് ഡോക്ടർ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി യൂനസ് അഹമ്മദ് തുടങ്ങിയവരും പങ്കെടുത്തു. ജീവൻ ന്യൂസ്, കൊച്ചി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 11 റൺസിന്റെ വിജയം. ഇന്ത്യ ഉയർത്തിയ 220 റൺസ് കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് 7 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. മാർക്കോ യാൻസന്റെയും ഹെൻറിച്ച് ക്ലാസന്റെയും ബാറ്റിംഗിന് മുന്നിൽ പതറാതെ നിന്ന ഇന്ത്യ അവസാന നിമിഷം വിജയം കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു. ഇതോടെ 4 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. ഭേദപ്പെട്ട തുടക്കമാണ് ദക്ഷിണാഫ്രിക്ക ഓപ്പണർമാരായ റിയാൻ റെക്കൽറ്റനും റീസ ഹെൻറിക്സും ചേർന്ന് നൽകിയത്. എന്നാൽ പവർ പ്ലേ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഓപ്പണർമാരെ ഇരുവരെയും നഷ്ടമായതോടെ ടോട്ടീസ് അപകടം മണത്തു. മൂന്നാമനായി ക്രീസിലെത്തിയ നായകൻ എയ്ഡൻ മാക്രം ഫോമിന്റെ ലക്ഷണങ്ങൾ കാണിച്ചെങ്കിലും ക്രീസിൽ നിലയുറപ്പിക്കാനായില്ല. 18 പന്തിൽ 29 റൺസ് നേടിയ മക്കളത്തെ വരുൺ ചക്രവർത്തി മടക്കി അയച്ചു. ക്രിസ്ത്യൻ ടബ്സും നിറം മങ്ങിയതോടെ എല്ലാ പ്രതീക്ഷകളും മില്ലർ ക്ലാസൻ സഖ്യത്തിലായി. പതിയെ തുടങ്ങിയ ക്ലാസൻ വൈകാതെ തന്നെ താളം കണ്ടെത്തിയെങ്കിലും ഫോമിലേക്ക് ഉയരാനാവാതെ മില്ലർ കിതച്ചത് ദക്ഷിണാഫ്രിക്ക തിരിച്ചടിയായി. മത്സരത്തിന്റെ 14-ാം ഓവറിൽ വരുൺ ചക്രവർത്തിയെ ഹാട്രിക് സിക്സറുകൾ പായിച്ച് ക്ലാസൻ നിലപാട് വ്യക്തമാക്കി. 23 റൺസാണ് ചക്രവർത്തിയുടെ അവസാന ഓവറിൽ പിറന്നത്. ഇതിനിടെ മില്ലറെ പുറത്താക്കി ഹാർദിക് പാണ്ഡ്യ ഇന്ത്യക്ക് മുൻതൂക്കം നൽകി. 18-ാം ഓവറിൽ ക്ലാസനെ മടക്കി അയച്ച് അർഷ്ദീപ് സിംഗ് ഇന്ത്യക്ക് വിജയപ്രതീക്ഷ നൽകി. എന്നാൽ മറുഭാഗത്തുണ്ടായിരുന്ന മാർക്കോ യാൻസൺ മുട്ടുമടക്കാൻ തയ്യാറായിരുന്നില്ല. 16 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച യാൻസൺ ഇന്ത്യയിൽ നിന്ന് വിജയം തട്ടിയെടുക്കുമെന്ന് തോന്നിപ്പിച്ച നിമിഷങ്ങളാണ് അവസാന ഓവറുകളിൽ കാണാനായത്. 4 പന്തിൽ 18 റൺസ് കൂടി വേണമെന്നിരിക്കെ കൂട്ടിനടിക്ക് ശ്രമിച്ച യാൻസനെ അർഷ്ദീപ് സിംഗ് വിക്കറ്റിന് മുന്നിൽ കുടുക്കി. ഇതോടെ 3 പന്തിൽ 18 റൺസായി മാറിയ വിജയലക്ഷ്യം മറികടക്കാൻ ആതിഥേയർക്ക് സാധിച്ചില്ല. സ്പോർട്സ് ഡെസ്ക്, ജീവൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ആത്മകഥാ വിവാദം ഗൂഢാലോചനയെന്ന് ആവർത്തിച്ച് EP ജയരാജൻ. സരിൻ വയ്യാവേലിയല്ല, EP-യെ പാർട്ടി വിരട്ടി പാലക്കാട്ടെത്തിച്ചു എന്ന VD സതീശൻ. കൊടകര കുഴൽപ്പണ കേസ് ED-യോട് അന്വേഷണ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. 3 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകാൻ നിർദ്ദേശം. ADM നവീൻ ബാബുവിന്റെ മരണം കുടുംബത്തിന്റെ മൊഴിയെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം. KK രത്നകുമാരി പുതിയ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഉപതെരഞ്ഞെടുപ്പ് ചേലക്കരയിൽ വിജയപ്രതീക്ഷയുമായി LDF-ഉം UDF-ഉം. വയനാട്ടിൽ പോളിംഗ് കുറഞ്ഞത് അന്വേഷിക്കാൻ AICC. ശബരിമല മണ്ഡലകാലത്തിന് നാളെ നട തുറക്കും. ഒരുക്കങ്ങൾ പൂർണ്ണമെന്ന് ദേവസ്വം ബോർഡ്. ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സുകൾ ഓടിക്കരുതെന്ന് ഹൈക്കോടതി. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.